കറുപ്പ് സ്വാമിയുടെ എലമെന്റ് ആണ് കൂടുതലും നമുക്കുള്ളത്. കാരണം നമുക്ക് ആ സോങ്ങിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. കാരണം അതില് കൂടുതലും കറുപ്പ് സ്വാമിയുടെ സ്റ്റാച്യൂസും പൂജയും കറുപ്പ് സ്വാമിയെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ സ്കെയില് വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ആക്ച്വൽ കാണുന്ന മെഷർമെന്റിൽ നിന്നും ഒരുപാട് വലിയ ഒരു സൈസിലേക്കാണ് നമ്മൾ ആ സെറ്റ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നോർമലി നമ്മൾ ഒരു കറുപ്പ് സ്വാമിയുടെ കയ്യിരിക്കുന്ന അരുവ നമ്മൾ 2 feet ഇല്ല 5 feet, പക്ഷേ നമ്മുടെ കേരളത്തിൽ അത്രയൊക്കെയാണ് ഒരു ലിമിറ്റ് ഉള്ളത്. പക്ഷേ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ വലിയ അരുവ ഈ ക്ഷേത്രത്തിലേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും വലിയ അരുവ ക്ഷേത്രത്തിലേക്ക് കാണിക്കായിട്ട് വെക്കുന്നതും ഒക്കെ ഉള്ളൊരു സിസ്റ്റം ഉണ്ട്. അപ്പം അത് ലൈവാണ്, അത് റിയലായിട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, അങ്ങനെ ഉള്ളൊരു റിയൽ ഫാക്റ്റിനെ തൂക്കി നമ്മൾ നേരെ എന്ത് ചെയ്തു, നമ്മുടെ കറുപ്പിൻ്റെ സോങ്ങിൽ ആഡ് ചെയ്തു. അപ്പോൾ സോങ്ങിൻ്റെ പല ഫ്രെയിമുകളും എടുത്താലും അതിലെല്ലാം ഈ പറഞ്ഞ ഓരോ ഫ്രെയിമിലും കറുപ്പ് സ്വാമിയുടെ അരുവ വെച്ചേക്കുന്നത് 75 feet, 85 feet, 65 അങ്ങനെ ഒരു മെഷർമെൻറ്റ് സ്കെയിലാണ്. അപ്പം നമുക്ക് ഫ്രെയിം എവിടെ ഫ്രെയിം വെച്ചാലും നമുക്ക് ആ ഫ്രെയിം കാണുമ്പോൾ ഭയങ്കര ഗ്രാൻഡിയർ ആയിരിക്കും. ഫ്രെയിമിൻ്റെ വലിപ്പം, അതായത് നമ്മൾ ഇട്ടേക്കുന്ന സെറ്റിൻ്റെ വലിപ്പം ഭയങ്കരമായിട്ട് കാണിക്കും.